വെണ്ടക്ക. ഈ വെണ്ടക്ക കൊണ്ടുണ്ടല്ലോ ഇന്ന് ഉണ്ടാക്കണ ഇത് നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു കറിയും വേണ്ട. ഒരു ചിക്കന്, ബീഫ്, ഉപ്പേരി, അതുപോലെ തന്നെ നമുക്കിതിൻ്റെ കൂടെ ഒരു മീനിൻ്റെ സൈഡായിട്ടൊരു മീനോ ഒന്നും വേണ്ട മക്കളെ. ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഈ ഒരു വെണ്ടക്ക കൊണ്ട് ഉണ്ടാക്കുന്നത്. നമുക്കിനിപ്പോൾ എത്ര തിരക്ക് പിടിച്ച സമയത്താണെങ്കിലും നമുക്ക് ഒരു കൂട്ടാൻ വേണമെന്ന് തോന്നുമ്പോൾ ഒരു 5-6 കൂട്ടാനിന് പകരം പോലും ഇത് ഒരൊറ്റ കൂട്ടാൻ മതിയാവും. നമുക്ക് വളരെ എളുപ്പമെന്ന് മാത്രമല്ല ഇതിൻ്റെ രുചി അപാരമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തുക്കണത് ഒരു 200 ഗ്രാമോളം വെണ്ടക്കയാണ്. അപ്പോൾ ആ വെണ്ടക്ക എന്ത് ചെയ്യണം, നിങ്ങൾ വെണ്ടക്ക വാങ്ങുമ്പോൾ നമ്മൾ എന്ത് തന്നെ ചെയ്യാണ് വെണ്ടക്ക കൊണ്ടെന്നുണ്ടെങ്കിലും അത് മൂക്കാത്ത വെണ്ടക്ക നോക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വാങ്ങിയ വെണ്ടക്കയിൽ 1-2 മൂത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ബാക്കിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെണ്ടക്ക തന്നെയാണ്. വെണ്ടക്ക മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത്ര മോശപ്പെട്ട സാധനമില്ല കേട്ടോ. എന്നാൽ ഇളമയാണെങ്കിൽ അത്ര രുചിയുള്ള സാധനമില്ല. പക്ഷെ വെണ്ടക്ക നമ്മൾ മുളകിടൂലേ, പല രീതിയിലും പല ഭാഗത്ത് പല നാട്ടുകാരും പല രീതിയിലും മുളകിടും. എന്നാൽ വെണ്ടക്ക ഉപ്പേരി ഉണ്ടാക്കും, വെണ്ടക്ക നീട്ടിൻ്റെ ഒരു പൊരിക്കൽ, അത് അങ്ങനെ പല തരത്തിലും വെണ്ടക്ക ഉണ്ടാക്കാറുണ്ട്. താളിക്കും, വെണ്ടക്കയും തക്കാളിയും കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് താളിക്കും. അപ്പം അങ്ങനെ പല രീതിയിലൊക്കെ ചെയ്യണോലൊക്കെ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇത് മാത്രം ഒറ്റവട്ടങ്ങൾ ചെയ്ത് നോക്കേണ്ടി, പിന്നെ നിങ്ങൾ അതൊന്നും ചെയ്യൂല. ഏതായാലും ഞാൻ ഈ വെണ്ടക്ക കട്ടിംബോർഡൊന്നും എടുക്കണില്ല, കയ്യുമ്മൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കട്ടിംബോർഡ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. പക്ഷെ അത് നമ്മൾ പയറൊക്കെ അരിയാണെങ്കിൽ പയർ, കാബേജ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അരിയുമ്പോഴാണ് ഞാൻ കട്ടിംബോർഡ് എടുക്കാറുള്ളൂ. വെണ്ടക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് തന്നെയാണ് മുറിക്കലാണ്. കൈക്ക് അങ്ങനെ കവറിടുക അതല്ലെങ്കിൽ കട്ടിംബോർഡ് എടുക്കാനൊന്നും ചെയ്യാറില്ല. പിന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെണ്ടക്കൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ചില വെണ്ടക്കൊക്കെ നല്ല പുറത്ത് നല്ല ഫിനിഷാണ് കാരം. പക്ഷെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചില പുഴുക്കളെ തലൊക്കെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് ചാടണം നമ്മൾ കാണാറ്. അപ്പം നല്ല തൊണ്ണം പുഴുക്കൾ ഈ ഒരു വെണ്ടക്കൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ വെണ്ടക്ക എങ്ങനെയാണ് അവർ അതിൻ്റെ ഉള്ളിൽ പോയി എന്നുള്ള ഒരു ഓൾസ് പോലും ഉണ്ടാവില്ല. അപ്പോൾ ആ വെണ്ടക്കൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന പുഴുക്കളാണ് കാരണം. അപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് വേറെ വെജിറ്റബിൾസിൻ്റെ ഒന്നും പോലല്ല നമ്മൾ ഈ ഒരു വെണ്ടക്ക കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഓരോ കഷ്ണം അരിഞ്ഞെടുക്കുന്ന സമയത്തും ഓരോ പുഴുക്കളെ കഷ്ണം അരിയാൻ സാധ്യത ഉണ്ട്. എൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഓരോ കഷ്ണത്തുമ്പോഴും കറുപ്പ് പുള്ളി ഉണ്ടോ നോക്കണം കേട്ടോ. കറുപ്പ് പുള്ളി ഉണ്ടോ അത് പുഴു കട്ടയായതാണ്, അങ്ങനത്തെ വെണ്ടക്ക നിങ്ങൾ ഒഴിവാക്കണം. അപ്പോൾ ഏതായാലും വെണ്ടക്ക ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 8-10 അല്ലിയോളം വെളുത്തുള്ളി തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴിക്കുന്നതിന് ശേഷം ഇതുപോലെ നമ്മൾ അല്ലെങ്കിൽ വെളുത്തുള്ളിൻ്റെ പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചോലൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് പേസ്റ്റ് എടുത്താൽ മതിയാവും. അല്ലാതെ വെളുത്തുള്ളി നിങ്ങൾ കട്ട് ചെയ്ത് കണ്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. നല്ലോണം ഇനിയിപ്പോൾ നല്ല പേസ്റ്റ് ആയില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഇഞ്ചി പച്ചമുളകൊക്കെ ചതുക്കണ ഈ ഒരു സംഭവത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. തീരെ കഷ്ണങ്ങൾ ഉണ്ടാവരുത്. നന്നായിട്ട് ഇതുപോലെ കുത്തി ചതച്ചെടുക്കുക. വെള്ളുള്ളി നിങ്ങൾ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെളുത്തുള്ളി ഇനിയിപ്പോൾ ഒരു കൊട ഉണ്ടാവുമല്ലോ, ഒരെണ്ണം വെളുത്തുള്ളി അത് മുഴുവനും നിങ്ങൾക്ക് ഈ ഒരു 200 വെണ്ടക്കേക്ക് തൊലി കളഞ്ഞിട്ട് കുത്തിയെടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എടുത്തോളി, ടേസ്റ്റ് കൂടെയുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ ഒരു വെളുത്തുള്ളിൻ്റെ ഭാഗം എടുത്തിട്ടുള്ളൂ. കാരണം തൊലിച്ചുണ്ടാക്കാനൊന്നും മനുഷ്യന് ഒഴിവില്ല, അതുകൊണ്ടാണ്. കാരണം എനിക്കത് പെട്ടെന്ന് ആവണം. അപ്പോൾ ഏതായാലും ആ ഒരു വെളുത്തുള്ളി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പൊടികളാണ്, പൊടികളും കുറച്ച് ഉപ്പും. അപ്പോൾ പൊടി എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത്ര സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതിലേക്ക് ഞാൻ ഒരു ലേശം ഉപ്പ്, ഈ ഒരു വെണ്ടക്കേക്കും മസാലയ്ക്കും ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മുളക് പൊടി ഞാൻ കുറച്ചൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടി 1/2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി കാശ്മീരി മുളക് പൊടി വേണമെന്നൊന്നുമില്ല, ഇനിയിപ്പോൾ സാധാരണ മുളക് പൊടി തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ലേശം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇതിലേക്ക് ലേശം വിനാഗർ ഒഴിച്ചെടുക്കട്ടെ. നമ്മളെ സുർക്ക, ഈ ഒരു സുർക്ക ഒരു 2 മൂടി നിങ്ങൾ
കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങൻ്റെ നീര് പിഴിഞ്ഞെടുത്താലും മതിയാവും. ഞാനിപ്പോൾ സുർക്കയാണ് എടുത്തിട്ടുള്ളത്. സുർക്കാകുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ. ചെറുനാരങ്ങ പിഴിയൊന്നും വേണ്ടല്ലോ. പിന്നെ ചെറുനാരങ്ങനേക്കാളും ഇതിലേക്ക് ഏറ്റവും കൂടുതൽ രസം കൊടുക്കുന്നത് എന്താണ്, സുർക്കയാണ് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോ നിങ്ങളിതിങ്ങനെ കുഴച്ചതിന് ശേഷം ഒന്ന് നോക്കുക, രുചിച്ച് നോക്കുക. അപ്പോൾ കുറച്ചൊരു കുറവൊക്കെ ഉണ്ട് ഉപ്പ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒന്ന് ലേശം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. അതാണ് ഇപ്പോൾ ഇതിനുള്ള ഗുണം. ഇങ്ങനെ ഒരു കുഴക്കാനേ ഉള്ളൂതാ. കുഴച്ചിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ഉപ്പും പുളി ഇതിമൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചോളൂ. പക്ഷെ വേണ്ട ആവശ്യമില്ല, ഞാൻ റെസ്റ്റ് ചെയ്യാതെയാണ് ഇത് ചെയ്യാറ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഇത് നല്ല മട്ടത്തിൽ ഇങ്ങോട്ട് മുരിച്ചെടുക്കണം. അപ്പോൾ മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട്, ഒരുപാട് ഓയിലൊന്നും വേണ്ട. എന്നിട്ട് ഇതാ ആ ഒരു വെണ്ടക്ക കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചൊരു പരന്ന ചട്ടിയൊക്കെ വെച്ചാൽ എന്താ പറയുക, ഈ ഒരു 200 ഗ്രാം വെണ്ടക്കൊക്കെ ഒന്നായിട്ടാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു ഭാഗം മുരിഞ്ഞിങ്ങനെ വരാമെന്ന് തോന്നുന്ന സമയത്താണ് നമ്മളത് മറിച്ചിടേണ്ടത്. പിന്നെ വെണ്ടക്ക ആയതുകൊണ്ട് നമുക്ക് എല്ലാം ഒരുപോലെ മറിഞ്ഞൊന്നും കിട്ടൂല. പക്ഷെ നമുക്ക് തോന്നിയ രീതിയിലൊക്കെ അങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഒന്ന് മുരിച്ചെടുത്താൽ മതിയാവും. വളരെ പെട്ടെന്ന് പറഞ്ഞാൽ നല്ല എളുപ്പത്തിൽ ഇത് മുരിഞ്ഞ് കിട്ടും. പിന്നെ എന്താ അറിയോ, ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നമ്മൾ മസാല കൂട്ടുന്ന സമയത്ത് കുറച്ച് തൈര് ഒഴിക്കുക, വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ഇടുക. പക്ഷെ തൈര് എന്ന് പറഞ്ഞാൽ ഒത്തിരി പാടുള്ളൂ, സുർക്കക്ക് പകരം ഓവറാകാൻ പാടില്ല കേട്ടോ. പക്ഷെ ചിക്കൻ മസാല ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ്. പക്ഷെ എൻ്റെ അടുത്ത് ചിക്കൻ മസാല ഇല്ല. ഇങ്ങനെ ആയാൽ തന്നെ ഇവിടെ ഒരാൾ ചോറിന് കാത്തിക്കുകയാണ്. വെണ്ടക്കോട് ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ പിന്നെ അവിടെ ചോറൊക്കെ എങ്ങോട്ടോ പോകണമെന്ന് അറിയില്ല. അപ്പം എന്തായാലും ഇനിയിപ്പം ചിക്കൻ മസാല ഇല്ലെങ്കിലും പക്ഷേ എന്താ പറയുക, ഇതിനൊരു വെറൈറ്റി രുചിയാട്ടോ. ചിക്കൻ മസാല വേണമെന്നൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആദ്യം എണ്ണയിൽ കുറച്ച് കറിവേപ്പില ഇടുമല്ലോ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷേ കറിവേപ്പില ആവുമ്പോൾ അതിന് കറിവേപ്പിലിൻ്റെ ആ ഒരു രുചി വരും. പക്ഷെ എനിക്ക് ഏറ്റവും ഒരു നല്ല ടേസ്റ്റായിട്ട് തോന്നി കറിവേപ്പില ഒന്നും ചേർക്കാതെയാണ്. അപ്പോൾ ഞാനെന്താ പറയുക, ഞാനിപ്പോൾ എന്നോ ഒന്ന് ഋതുവിന് ചോറ് വളർന്ന സമയത്ത് ഞാനൊരു വീഡിയോ എടുത്തിന്. അപ്പോൾ അതിൽ എന്താണ് ആ ഒരു ചോർക്ക് ഞാനിങ്ങനെ വെണ്ടക്കൻ്റെ ഇതിട്ട് കൊടുത്തപ്പോൾ ആരോ ചോദിക്കുന്നുണ്ട് കമൻറ്റിലൂടെ, ആ വെണ്ടക്ക എങ്ങനെ എന്താ ചെയ്തത്, നല്ല മുരിഞ്ഞ വെണ്ടക്കയാണല്ലോ, അത് മുളകിട്ടതല്ല ഏതായാലും എന്തോ ചെയ്തതാണ്. അപ്പോൾ ഞാനിങ്ങനെ കമൻറ്റിന് മറുപടി കൊടുത്തിന് കേട്ടോ. അതിങ്ങനെ ഫ്രൈ ചെയ്തെടുത്താണ്. അപ്പോൾ ഇത് നല്ല ആക്രാന്തത്തിൽ തിന്നണ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു. പക്ഷെ പിന്നെ ഇങ്ങനെ ആയി വേറെ ഓരോന്നൊക്കെ ഇട്ടിട്ട് പിന്നെ ഇപ്പം എനിക്കിങ്ങനെ തോന്നി ഇതിങ്ങനെ കാണിച്ചു. സിമ്പിളാണ്. ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് വിചാരിക്കും എന്തിനാ ഇപ്പോൾ ഇത് ആർക്കാപ്പോൾ ഇത് അറിയാത്തതെന്ന്. പക്ഷെ ഇത് വെണ്ടക്ക ഇങ്ങനെ ചെയ്യണം അറിയാത്തവരുണ്ട്. അപ്പോൾ ഏതായാലും ഇത് ചോറിന് കാത്തിക്കണ്ട. അപ്പോൾ അവർക്ക് 2 കോരി ചോറ് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോരിയൊക്കെ തിന്നുള്ളൂ. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക, ഒന്നും വേണ്ട, ഈ ഒരു വെണ്ടക്കന്നെ മതി ഒരു പ്ലേറ്റ് ചോറുകൾ. ഒരു പ്ലേറ്റ് തന്നെ 2 കോരി ചോറ് എന്തായാലും കഴിക്കൂട്ടോ. അപ്പോൾ നിങ്ങളെ മക്കൾക്കും ഇതുപോലെ നിങ്ങൾ വെണ്ടക്കൊക്കെ ഒന്ന് ഇതുപോലെ ചെയ്തിട്ട് സ്കൂൾക്ക് കൊടുത്തേക്കാലും ഇനിയിപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ എത്ര ചിക്കനും ബീഫൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടത്തോടു കൂടി ഒരു ചോറ് കഴിക്കൂട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് അയച്ചു കൊടുക്കേണ്ടി കേട്ടോ. കാരണം കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ഉപകാരപ്പെടും. ഇതുണ്ടില്ലേ, എല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുത്തിക്കണം. അതിൽ 1-2 മറിച്ചിട്ട് കൊടുക്കാൻ ഇതാ എല്ലായിടത്തും എത്തിയില്ല. അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ നമുക്ക് പച്ചഭാഗം കാണുന്നതോടൊക്കെ ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മളിത് ബത്തലും ചെമ്മീനൊക്കെ പൊരിക്കണം, ആ ഒരു റിസ്ക്കാണിത് പൊരിച്ചെടുക്കുമ്പോൾ. റിസ്ക്കൊന്നുമല്ല, നമുക്ക് പെട്ടെന്ന് നമ്മൾ മറിച്ചിടാൻ കഴിയൂല, കൂട്ടത്തോടെ കോരി മറിച്ചിടേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും വെണ്ടക്ക കിട്ടുമ്പോൾ ഇനി കറി മാത്രം ഉണ്ടാക്കാതെ ഇതൊന്നും ഉണ്ടാക്കി നോക്കേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.